ബഹുമാനായ ഡോക്ടർ ജോജോ വി ജോസഫ്, ഇവിടെ സന്നിഹിതനായിട്ടുള്ള ബഹുമാനായ പിതാവ്, ഇവിടെ സ്വാഗത പ്രഭാഷണം നടത്തിയ എമി പുലിക്കാട്ട്, ശ്രീ എ ബി ഇമ്മാനുവൽ അച്ഛൻ, റവറൻഡ് ഫാദർ ഡോക്ടർ ലിങ്കൺ ജോർജ്, ഡോക്ടർ ബിനു കുന്നത്ത്, മൈക്കിൾ വെട്ടിക്കാട്, ബിൻസി സെബാസ്റ്റ്യൻ, എൻ്റെ ആത്മസുഹൃത്തു കൂടിയായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മറ്റു വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, വൈദിക ശ്രേഷ്ഠന്മാർ, സഹോദരി സഹോദരന്മാർ, ഇതൊരു ധന്യമായ ചടങ്ങാണ്. ഒരു നല്ല ഡോക്ടർ നമ്മളിൽ പലരുടെയും വിശ്വാസമനുസരിച്ച് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ആൾ ഡോക്ടറാണ്. ക്യാൻസർ മേഖലയാകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഒരു പഴയ സൂക്തമുണ്ട്, രോഗം ഭയമല്ല, ഭയം രോഗമാണ്. അപ്പോൾ പലപ്പോഴും ഭയപ്പെടുന്നത് ഏറ്റവും കൂടുതലുള്ള രോഗം ഏതെന്ന് ചോദിച്ചാൽ ക്യാൻസറാണ്. വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. കേരളത്തിൽ അതിനെപ്പറ്റിയൊന്നും ആരും ആധികാരികമായി അത് വിലയിരുത്താൻ തയ്യാറായിട്ടില്ല. തൻ്റെ മുമ്പിൽ വരുന്ന രോഗി ഒരധഭാഗ്യനെ പോലെ പ്രതീക്ഷയില്ലാത്ത ആളായി പലപ്പോഴും ഒരു രക്ഷയുമില്ല എന്ന് കരുതിയാണ് ക്യാൻസർ തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഡോക്ടറെ സമീപിക്കുക. അവിടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം തുലോം കുറവായിരിക്കും. പ്രത്യേകിച്ച് സർജനാകുന്ന സമയത്ത് സർജൻ അവസാനമായിട്ട് അന്തിമമായി അതിൽ ആ വൈദ്യശാസ്ത്രപരമായ നടപടികളിലെ ഏറ്റവും നിർണായകമായ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ആളാണ്. ഇത് ചിന്തിക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ ഗുരു നിത്യചൈതന്യ യതിയെ ഇവിടെ ഒരു പുസ്തകം വായിച്ചത് ഓർക്കുകയാണ്. നിത്യചൈതന്യ യതി ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവർക്കറിയാം, ഒരു വലിയ നിലയിൽ ഭൗതിക ജീവിതത്തെ കൊണ്ടെത്തിക്കാനുള്ള എല്ലാം ഉണ്ടായിരുന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ മാർഗത്തിലേക്ക് പോവുകയും ആ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ തന്നെ തൻ്റേതായ കാഴ്ചപ്പാടുകൾ, അതൊരു പക്ഷേ ചിലർക്ക് ഇഷ്ടകരമല്ലെങ്കിലും ആത്മീയ രംഗത്ത് അങ്ങനെ പാടില്ല, പൂർണ്ണമായും സമർപ്പണമാണ് വേണ്ടത്. അതിനൽപ്പം വ്യതിചലിച്ചു പോലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ സത്യവും ധർമ്മവും നീതിയും ദൈവസങ്കല്പവും എല്ലാം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഗുരു നിത്യചൈതന്യയുടെ ഏറ്റവും വലിയ സവിശേഷത. അദ്ദേഹത്തെ വൈദ്യശാസ്ത്രം ഊട്ടിയിൽ വെച്ച് ഒരു മാരകമായ രോഗം ബാധിച്ച് ഇനി ജീവിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഡോക്ടർമാർ ഉപേക്ഷിക്കാറില്ല. അദ്ദേഹത്തിന് പറഞ്ഞു വലിയ പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ച ആളാണ്. പിന്നെ 20 കൊല്ലം അദ്ദേഹം ജീവിച്ചപ്പോഴാണ് 18 കൊല്ലം പൂർത്തിയാകുമ്പം ഉപേക്ഷിക്കപ്പെട്ട ശേഷം 18ാമത്തെ കൊല്ലത്തിൽ അദ്ദേഹം എഴുതിയ ഒരു ശ്രദ്ധേയമായ ലേഖനമുണ്ട്. അദ്ദേഹത്തിൻ്റെ കളക്റ്റീവ് വർക്കിൽ അതെവിടെയോ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഏറ്റവും വലുത് ആത്മവിശ്വാസമാണ്. ഞാൻ ജീവിക്കും, സർവശക്തനായ ദൈവം എന്നെ രക്ഷപ്പെടുത്തും, ആ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യങ്ങളാണ് വൈദ്യശാസ്ത്രം എനിക്ക് നൽകുന്നത്, അതിനെയും അതിജീവിച്ച് ഞാൻ മുന്നോട്ട് പോകും എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ സാക്ഷ്യപത്രവുമായി അദ്ദേഹം രേഖപ്പെടുത്തിയത്
ഞാൻ വായിക്കുകയുണ്ടായി. എനിക്കറിയില്ല, ഡോക്ടർ ജോജോ അദ്ദേഹത്തിന് അറിയാമായിരിക്കാം കൂടുതലായിട്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒട്ടേറെ ഈ വൈദ്യശാസ്ത്ര മേഖലയോട് ബന്ധപ്പെട്ട്, ഈ രോഗമേഖലയോട് ബന്ധപ്പെട്ടതിൽ ഒട്ടേറെ മേഖലകൾ ആദ്യഘട്ടത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. പക്ഷെ വരുന്ന ആളുകൾക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഡിറ്റക്റ്റഡ്, ഇത് ക്യാൻസർ ആണെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് ജീവിത നൈരാശ്യം ബാധിക്കുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഡോക്ടർ ഗംഗാറിൻ്റെ ഒക്കെ ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പറയാൻ പാടില്ലാത്ത ഒരു കാര്യവും പറയേണ്ടതുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. ഇന്നസെൻറ്റിൻ്റെ ചികിത്സയോട് ബന്ധപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞത് ഞാൻ ഇതാക്കാൻ പറയുന്നതല്ല. വേറൊരു രോഗം ബാധിച്ചു വന്നപ്പോഴും ആ ചികിത്സ തുടർന്നുകൊണ്ടാണ് എൻ്റെ അപ്പൻ എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് ഇന്നസെൻ്റെ മകനോട് ഒരിക്കൽ ഇയാളെ കൊണ്ട് വെച്ച് പറയുകയാണ്. ഞാൻ ഇതല്ല. അപ്പോൾ ഇതെല്ലാം ഓരോ നിമിത്തങ്ങളായി വരുന്നതാണ്. ഇന്നസെൻ്റ് മരിച്ചത് ക്യാൻസറിനെ കൊണ്ടല്ല. അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെ, ക്യാൻസറിനെ പറ്റിയുള്ള പുസ്തകം തന്നെ നമുക്കെല്ലാവർക്കും വായിക്കാൻ അത്രമാത്രം ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പോയതാണ്. പിന്നെ എങ്ങനെ മരിച്ചു എന്നുള്ള കാര്യം വന്നപ്പോഴാണ് ഈ മകൻ അവിടെ ഞാൻ പോകുമ്പോൾ എൻ്റെ പഴയ സുഹൃത്തായിരുന്നുകൊണ്ടും ഇവരെ ഗോവ രാജ്ഭവൻ താമസിച്ചിട്ടുള്ളത് കൊണ്ടും അദ്ദേഹം മരിച്ച ഒരു കൊല്ലം തികയുമ്പം ആളുകളെല്ലാം വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഗോവയിലേക്കാണ് പിന്നെയും എത്തിയത്. അപ്പം അങ്ങനെയുള്ള ബന്ധം കൊണ്ടാകാം അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിലാണോ? കഴിഞ്ഞ നൂറ്റാണ്ട് UN-ൻ്റെ റിപ്പോർട്ട് നിങ്ങൾ പരിശോധിച്ചോളൂ. കണ്ടേജിയസ് ഡിസീസ് അതിനെയെല്ലാം ഇല്ലാതാക്കും പ്രഖ്യാപനമായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു വലിയ അളവോളവും അത് വിജയിച്ചു എന്ന് ശാസ്ത്രം അതീശ സ്ഥാനത്തേക്ക് എത്തിയെന്നും നമ്മളെല്ലാവരും വിശ്വസിച്ചതാണ്. അവർ നമ്മോട് പറഞ്ഞതാണ്. കോളറ, വസൂരി, ഒരുപാട് കണ്ടേജിയസ് ഡിസീസിനെ ടു ഇറാഡിക്കേറ്റ്, ആ പർപ്പസിൽ ലോകം മുന്നോട്ട് പോയി, ശാസ്ത്രം മുന്നോട്ട് പോയി. പക്ഷേ 21-ാം നൂറ്റാണ്ട് തുടങ്ങിയപ്പോഴും വേറൊരു രൂപത്തിൽ, എയ്ഡ്സിൻ്റെ രൂപത്തിലായാലും ആഫ്രിക്കയിലുള്ള ഏറ്റവും പീഡിതമായ മരണം ഇസ്ബോള വൈറസ്, ഇതിൻ്റെ മുന്നിൽ നിസ്സഹായരായി നമ്മൾ നിൽക്കുമ്പോൾ ഇറാഡിക്കേറ്റ് കണ്ടേജിയസ് ഡിസീസ്, വി വിൽ സക്സീഡ് ഇൻ ദാറ്റ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പം ആത്മവിശ്വാസത്തെ വേറൊരു രൂപത്തിൽ നമ്മളിലേക്ക് ആത്മവിശ്വാസം പറയുമ്പോഴും ലോകം അവകാശപ്പെടുമ്പോഴും ശാസ്ത്രം അവകാശപ്പെടുമ്പോഴും വേറൊരു രൂപത്തിൽ വരികയല്ലേ. ഇവിടെയെല്ലാം തീർച്ചയായും ശാസ്ത്രവും വ്യത്യസ്തമായ വിശ്വാസങ്ങൾ, എല്ലാത്തിനും ഒരു അത്താണിയുണ്ട്. അത് സർവശക്തനായ ദൈവമാണ്, ആ ദൈവിക ജീവിതമാണെന്ന് കരുതുന്ന കാഴ്ചപ്പാടും. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായി, പരസ്പര ആശ്രിതങ്ങളായി പോകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ലോകത്തിൻ്റെ ഏറ്റവും ആവശ്യമാണെന്ന് കരുതുന്നു. ഞാൻ ക്രിസ്തീയ പാണ്ഡിത്യമുള്ള ആളുകളുടെ വേദിയിലാണ് നിൽക്കുന്നത്. ഒട്ടേറെ ആളുകൾ ഈ കഴിഞ്ഞ വത്തിക്കാനിലെ ഒരു കൊല്ലക്കാലം ഈ എടുത്ത തീരുമാനം 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് പിൽഗ്രിമേജ് നടത്താനുള്ള ആഹ്വാനമാണ്. പിൽഗ്രിമേജ് ഫോർ വാട്ട്? അത് ബദൽഹേമിലേക്കോ വത്തിക്കാനിലേക്കോ ആണോ? അവസാനം പറയുന്നു, നിങ്ങളത് വായിച്ചാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ആ പോകുന്ന സമയത്ത് പൂർണ്ണമായും സമർപ്പിതമായി പ്രാർത്ഥിക്കേണ്ടത്, യുദ്ധമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കണേ, ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കണേ. മറ്റൊന്ന്, കൂടുതൽ ഞാൻ 2015 വത്തിക്കാൻ ഇറക്കിയ പോപ്പിൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ ദ നെയിം ഓഫ് ഗോഡ് ഈസ് മെഴ്സി എന്നാണ്. അതിന് മുമ്പ് എഴുതിയ ലവ് എന്നുള്ള വാക്കുള്ളതൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവിൻ്റെ ആ പുസ്തകം, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഇംഗ്ലീഷ് വെർഷൻ എനിക്ക് നോക്കാൻ സാധിച്ചു. ഞാൻ വായിച്ചു പഠിച്ചു എന്നല്ല, നോക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം നെയിം ഓഫ് ഗോഡ് ഈസ് മെഴ്സി എന്ന് പറഞ്ഞെത്തുന്ന ഒരവസ്ഥയിൽ ഒരു കൊല്ലക്കാലം
ഇതാണ് ചെയ്യേണ്ടത്, പിൽഗ്രിമേജാണ് വേണ്ടതെന്ന് പറയുമ്പോൾ ഞാനിവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നേ ഞാൻ അതിലെ ഒരു പാണ്ഡിത്യമുള്ള ആളല്ല. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഡോക്ടർ ജോജോ അദ്ദേഹത്തെ ആദരിക്കുക വഴി നാം സ്വയം ആദരിക്കപ്പെടുകയാണ്. കാരണം 20,000 സർജിക്കൽ ഓൺകോളജിയിൽ 20,000 കേസ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു പറയുമ്പോൾ കാരിത്താസ് നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്ത് ഒരു ചരിത്രമായി രേഖപ്പെടുത്തപ്പെടുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇത്തരം ഡോക്ടർമാരിലൂടെ കടന്നു പോകുന്നത് എന്ന് ഞാൻ ആത്മാർത്ഥമായും കരുതുകയാണ്. എല്ലാവരെയും അതിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയും സർവശക്തനായ ദൈവം കൂടുതൽ കരുത്ത് നൽകാൻ ഇവർക്കൊക്കെ നൽകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയുമാണ്. പ്രപഞ്ചവും മനുഷ്യനും ദൈവവുമെല്ലാം പരസ്പരമായി ഒന്നിച്ചു നിൽക്കുന്ന ഘട്ടം, ആ ഘട്ടത്തെ പ്രദാനം ചെയ്യാൻ സാധിക്കുന്നത് വാസ്തവത്തിൽ കാരിദാസന് സാധിക്കുന്ന വ്യത്യസ്ത മേഖലകളിൽ അങ്ങനെയാണ്. അതാ പശ്ചാത്തലം, ദൈവിക പശ്ചാത്തലം ഉള്ളത് കൊണ്ട് ജീവിതം ജീസസിന് വേണ്ടിയും അതുപോലെ തന്നെ സഭയ്ക്ക് വേണ്ടിയും ഒക്കെ സമർപ്പിച്ചവരാണ്. എന്നെ പോലുള്ളവരെ, അല്ല ഇവിടെ ഇരിക്കുന്ന പിന്നെ നമ്മുടെ MLA പോലുള്ളവരെ, നമ്മുടെ എല്ലാം ഭൗതിക ജീവിതത്തിൽ ഭാര്യയും കുട്ടികളും മറ്റുള്ളതൊക്കെ, അത് നമുക്കൊരു ലൈൻ എന്നതിന്ന് വിട്ടുമാറാൻ ഒരുത്തിനും സാധിക്കില്ല. പക്ഷേ ഇത്തരത്തിൽ ഉള്ള സന്യാസിമാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നടത്തുന്ന സ്ഥാപനമായതുകൊണ്ടാവാം ഈ സമർപ്പണത്തിൽ നേരത്തെ തന്നെ കുന്നിശ്ശേരി പിതാവ് ഇതിൻ്റെ ഒബ്ജക്റ്റീവായി പറഞ്ഞ വാക്ക് ബഹുമാനപ്പെട്ട ഡോക്ടറോട് പറയുകയുണ്ടായി. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ കൂടുതൽ ഉണ്ടാവണം. കേരളത്തിലെ ക്രിസ്ത്യ ചരിത്രം പരിശോധിച്ചാൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ആതുരാലയ രംഗത്തായാലും ഒരു നൂറ്റാണ്ട് മുമ്പുള്ള കേരളത്തിൻ്റെ ചരിത്രം കൂടുതൽ ശോഭയുള്ളതായിരുന്നു, കൂടുതൽ കരണീയമായുള്ളതായിരുന്നു എന്ന് ഞാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെ, ഞാനും ഇപ്പം ഗവർണർക്ക് രാഷ്ട്രീയമില്ലെങ്കിലും എനിക്കൊക്കെ രാഷ്ട്രീയമുണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഈ രാഷ്ട്രീയം വന്നപ്പോൾ എന്തുണ്ടായി? സുകുമാർ അഴീക്കോട് ഏത് സ്ഥാപനത്തിൽ അധ്യാപകനായിരുന്നു? CMIക്കാരുടെ ദേവഗിരി കോളേജിൽ അധ്യാപകനായിരുന്നു. OV വിജയൻ ക്രിസ്ത്യൻ കോളേജിലെ അധ്യാപകനായിരുന്നു. കവി മധുസൂദനൻ നായർ, ഞാൻ കഴിഞ്ഞ ദിവസം പോയി അവിടെ, ലാറ്റിൻ കത്തോലിക്കരുടെ സ്ഥാപനത്തിൽ അധ്യാപകനായിരുന്നു. ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-75 കൊല്ലം മുമ്പ് വരെ ഏത് സമുദായമാണ് നടത്തുന്ന ആ സമുദായക്കാർക്ക് ഉള്ളൂ എന്നുള്ള നിയമം ഉണ്ടായിരുന്നു. ഇപ്പോൾ 10% നിയമമില്ല നമ്മുടെ രാജ്യത്ത്. അപ്പോൾ എങ്ങടെ ആളുകളെ വേർതിരിച്ച് നിർത്തുന്നതിൽ ഇവരെയൊക്കെ ഉൾക്കൊണ്ടു. അപ്പോൾ ഞാൻ ആദ്യം പഠിച്ചത് മാർത്താമ സ്കൂളിലാണ്. ഈ 6 മക്കളാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും. ഒരു സാധാരണ കഷ്ടിച്ച് ആരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കൃഷിയെല്ലാം ഉണ്ട്. പക്ഷേ ഈ 6 പേരും തമ്മിലുള്ള ഏജ് 1 വയസ്സിൻ്റെ വ്യത്യാസമാണ്. 8 കൊല്ലത്തിനുള്ളിൽ അമ്മ ഈ 6 പേരെയും പ്രസവിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ 6 പേരെയും മദ്രാസിലേക്ക് അയച്ചോ തിരുവനന്തപുരത്തേക്ക് അയച്ചോ വളർത്താൻ സാധിക്കുമായിരുന്നു. പഠിപ്പിക്കാൻ സാധിക്കുമോ? ഏതോ 1-2 ആളെ ചെയ്യും, അല്ലെ ബാക്കിയുള്ളൊരു ഡ്രോപ്പ് ഔട്ടായിട്ട് അവിടെ നിൽക്കേണ്ടി വന്നേന്. ഞാനീ പറഞ്ഞു വരുന്നത്, അന്ന് അഡ്മിഷൻ കൊടുക്കേണ്ട കാര്യത്തിൽ പോലും ഇതൊന്നും പരിഗണനകളായിരുന്നില്ല. അതെല്ലാം മതങ്ങളും പറിച്ച, ഒരു ക്രിസ്ത്യൻ മതമോ അല്ലെങ്കിൽ ഹിന്ദു മതമോ മുസ്ലിം മതമോ ഒന്നും എല്ലാം പറഞ്ഞു, NSS SNDP ഒന്നുമല്ല. ഈ രീതിയിലേക്ക് നമ്മുടെ ജനാധിപത്യ സംവിധാനം കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വിവേചനം കൂടാതെ എല്ലാവർക്കും തുല്യമായ നീതി കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒന്ന്, ഇതെന്നെ ആരും തെറ്റിദ്ധരിക്കരുത്, ഈ വിസ്മൃതി അല്ല സ്മൃതിനാശം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന മലയാളികൾക്കാണ് ഞാൻ സംശയിക്കുന്നു. എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു സംഭവം, 2 സംഭവം ഞാൻ പറയാം. ഇപ്പോൾ കേരളം കണ്ട, നേരത്തെ കാർഡിയോളജിയുടെ ഇവിടെ ഇല്ലെന്ന് തോന്നില്ലേ, പിന്നിലല്ലേ? അപ്പോൾ ജയമർ സാറേ, ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ ചെറിയാനോളം ഇന്ത്യയിൽ നിങ്ങളുടെ മേഖലയ്ക്ക് സംഭാവന അർപ്പിച്ച വേറെ ആളെ ചൂണ്ടിക്കാണിക്കാവും. 50,000 സർജറികൾ നടത്തി.
ഞാനുമായി വലിയ ബന്ധമില്ല. പിന്നാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം കല്ലിശ്ശേരിക്കാരനാണ്. എൻ്റെ വീടിനടുത്ത, എൻ്റെ ഗ്രാമം വെൺമണിയാണ്. അവിടുന്ന് 12 കിലോമീറ്റർ ഇപ്പുറത്തെ കല്ലിശ്ശേരി. പക്ഷേ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഈ ഗോവ ഗവർണറായ ശേഷം അദ്ദേഹം ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ചുള്ള പരിചയമേ ഉള്ളൂ. പക്ഷെ ചുണ്ടിക്കാരനാണ്, അദ്ദേഹത്തോട് പൊരുത്തപ്പെട്ടു പോകാൻ വലിയ വിഷമമാണ്. അദ്ദേഹത്തിൻ്റെ പരുമലയിലൊക്കെ ഉള്ള പിന്നെ അദ്ദേഹം സ്ഥാപിച്ചതും ആരോടും കയറി ഉടക്കും. അത് ആത്മാർത്ഥമുള്ള മനുഷ്യർക്ക് പെട്ടെന്ന് ദേഷ്യം വരുള്ളൂ. നിങ്ങൾക്കറിയാം, അദ്ദേഹം ഇന്നിപ്പം ഞാൻ ഗോവയിൽ അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാമെന്ന് കരുതി ഒരു പ്രതിമ സ്ഥാപിച്ചു. പ്രധാനമന്ത്രിയെ കിട്ടില്ല എന്ന് കണ്ടു. അപ്പോൾ ഞാൻ വെച്ച് ഇദ്ദേഹത്തെ വിളിക്കാം. എന്താ കാരണം എന്നറിയാമോ? നമ്മുടെ ആസ്ട്രേലിയയിലെ മെൽബൺ റോയൽ കോളേജ് ഓഫ് സർജറി ലോകത്തിലെ തന്നെ ഏറ്റവും ഒന്നാമത്തെ രണ്ടാമത്തെയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ സുശ്രുതൻ്റെ, നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടും, അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ പേരും വെച്ച് നെറ്റിലടിച്ചാൽ കിട്ടും, ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ പൈസ മുടക്കുകയാണ് ചെയ്തത്. നമുക്കാർക്കും അറിയില്ല. അതേ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പിന്നെ പഠിക്കാൻ തയ്യാറായി. അങ്ങനെയാണ് ഇപ്പോൾ ഗോവ രാജ്ഭവൻ്റെ മുമ്പിൽ അത് വരികയാണ്. അദ്ദേഹം അത് പഠിച്ചിട്ട് അതിൻ്റെ ആധികാരികമായി ഇതിനോടൊപ്പം ഈ തിരക്കിനിടയിൽ ഒരുപാട് അദ്ദേഹം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ. അല്ലെന്ന് പറഞ്ഞില്ല, മദ്രാസിലൊക്കെ ഞാൻ പോയിരുന്നു. പക്ഷേ അവിടെ അതിന് കൊടുത്തിരിക്കുന്ന ഹെഡിങ് ദ ഫാദർ ഓഫ് സർജറി എന്നാണ്. പിന്നെ പ്രതിമ ചിത്രത്തിന് താഴെ ഇദ്ദേഹം 1263 വിഷയങ്ങളിൽ സർജറി അക്കാലത്തുണ്ടായിരുന്നു. ഇത് പറയുന്ന ആരാ? മോഡേൺ മെഡിസിൻ്റെ ഡോക്ടർ ജയമ്മ. അദ്ദേഹത്തിൻ്റെ അതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. പക്ഷേ ക്വസ്റ്റ്യൻ മാർക്ക്, ഞാൻ അതിന് ആൻസർ പറയുന്നില്ല. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയപ്പോൾ നമ്മൾ ആരെങ്കിലും ഓർത്തോ? മദ്രാസിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ പോയി, അവിടെ പോയി ഡെഡ് ബോഡി കേരളത്തിലായിരുന്നെങ്കിൽ ഒരു വെടിയെങ്കിലും പൊട്ടിക്കുമായിരുന്നു. അതാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും, ആര് മരിച്ചാലും പോലീസുകാർ, അതാണല്ലോ ഏറ്റവും വലിയ ആദരവ്. അതും ഇല്ല. അപ്പം ഞാൻ അവിടുത്തെ ഗവർണറോട് പറഞ്ഞു. അപ്പോൾ ഗവർണർ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്, അവിടെ അറിയാമല്ലോ മദ്രാസിലെ തമിഴ്നാട്ടിലെ ഗവർണറും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം എനിക്കറിയാം. അവിടെ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. നമ്മൾ ഇവിടെ നടത്തിയോ? ഇനി വല്യത്താൻ, ഈ രണ്ടുപേരുടെയും പ്രാധാന്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. മോഡേൺ മെഡിസിനിൽ അവരുടെ വിഷയങ്ങളിൽ ഏറ്റവും പ്രഗത്ഭരായി നമുക്ക് സ്മരിക്കാവുന്ന പേരുകളിൽ ആണ് ഇവർ രണ്ടുപേരും ഉള്ളത്. വല്യത്താൻ മാവേലിക്കര കൊട്ടാരത്തിൽ നിന്നായിരുന്നു. മാവേലിക്കര എൻ്റെ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ അപ്പുറത്താണ്. ചെങ്ങന്നൂർ കല്ലിശ്ശേരി എൻ്റെ വീട് വെൺമണി ഗ്രാമത്തിൽ നിന്നും 12 കിലോമീറ്റർ അപ്പുറത്താണ്. അദ്ദേഹം മരിച്ചിട്ട് നമ്മളാരും ചിന്തിച്ചോ? അദ്ദേഹമാണ് നമ്മുടെ ഈ ചരകസംഹിതയും ചാണക്യസംഹിതയും ഇത്രയും വലിയ പുസ്തകം 1000 ചില്ലാൻ രൂപ വിലയാണ്. അത് എഴുതിയത് ഈ മോഡേൺ മെഡിസിൻ്റെ ഏറ്റവും വലിയ ആളായിട്ടുള്ള നമ്മുടെ വല്യത്താനാണ്. അപ്പോൾ വല്യത്താനും ഡോക്ടർ ചെറിയാനുമൊക്കെ മരിക്കുമ്പം ഒന്ന് ഓർക്കാൻ പോലും നമ്മൾ തയ്യാറാകാതെ വരുമ്പോഴാണ് സ്മൃതിനാശമെന്നോ അതോ ബോധപൂർവമോ അല്ലെങ്കിൽ കക്ഷി അന്നേരം മാർക്കറ്റുള്ളതിനെ മാത്രം ഉയർത്തിക്കാട്ടുന്ന പ്രവണതയാണോ കേരളീയർക്കുള്ളത്, മലയാളികൾക്കുള്ളതെന്ന് ഞാൻ ആലോചിക്കുന്നു. ഇത് ആനുഷാംഗികമായി ഞാൻ പറയുന്നത് മാത്രമാണ്, എൻ്റെ ഉള്ളിലൊരു വേദനയായതുകൊണ്ടാണ്. ഏതായാലും അച്ഛൻ പറഞ്ഞതിനോട് ഗോവയ്ക്ക് വരാനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛൻ വരുന്ന ഒരു കാര്യം ചെയ്യാതെ, ദീപികയുടെ തിരക്കൊക്കെ ഒഴിയുന്നുണ്ടെങ്കിൽ ഈ പ്രതിമയുടെ ഉദ്ഘാടന കർമ്മം നടക്കുമ്പം ബഹുമാനപ്പെട്ട നഗരസഭാ അധ്യക്ഷയെ പറഞ്ഞു ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ എല്ലാവർക്കും സ്വാഗതം. അതും എനിക്ക് തോന്നുന്നത് ഒരു മാസത്തിനുള്ളിൽ ഈ പ്രതിമകൾ അനാച്ഛാദനം നടക്കും. പ്രൈം മിനിസ്റ്ററെ കിട്ടിയില്ലെങ്കിൽ വേറെ ആരൊക്കെ ഉണ്ടെങ്കിൽ നടക്കും. അതിനുവേണ്ടി അവിടെ വരണം. ഗോവയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും ഞാൻ സ്വീകരിക്കും. വരാനുള്ള ചിലവ് നിങ്ങളുടെ കയ്യിൽ തന്നെ എടുക്കണം. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു ക്യാൻസർ സർജൻ്റെ കുറിപ്പുകൾ എന്ന പുസ്തകം എനിക്ക് എൻ്റെ കയ്യിൽ തന്നത് ഈ മീറ്റിംഗ് തുടങ്ങി പകുതി കഴിഞ്ഞപ്പോഴാണ്. മാത്യു ഒരു ഭയങ്കരമായിട്ടുള്ള
എനിക്കൊന്ന് ഈ നിങ്ങളുടെ സഭയ്ക്കും ദിവ്യയ്ക്കും കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു ഒരു സ്വത്തോ മുത്തോ ഒക്കെയാണ് ആ മനുഷ്യൻ. ഇവ മാത്യു ഒരു കാര്യത്തിൽ വിളിച്ചാൽ നമ്മുടെ എല്ലാ എന്ത് തടസ്സം പറഞ്ഞാലും മാത്യു പറയും, ഞാൻ ഡേറ്റ് മാറ്റാം, സാറിൻ്റെ ഡേറ്റ് തന്നാൽ മതി. ഈ കൊടുക്കാൻ ഇങ്ങനൊരു വളഞ്ഞിട്ട് പിടിച്ച് നമ്മളെ കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ സമർപ്പണം. അതുപോലെ ഈ പുസ്തകത്തിൻ്റെയും എന്നോട് പറഞ്ഞ പുസ്തകം സാധാരണഗതി പുസ്തകം വായിച്ചിട്ട് ഞാൻ പറഞ്ഞ ആളാണ്. ആ പുസ്തകം ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടിയത്. അതുകൊണ്ട് എനിക്കത് വായിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ആ പുസ്തകത്തിലൂടെ ഞാൻ കടന്നു പോകും. തീർച്ചയായും അനുഭവങ്ങൾ അക്കാദമിക് യോഗ്യതയേക്കാൾ അനുഭവജ്ഞാനമാണ് വലുതെന്ന് തെളിയിച്ച രാഷ്ട്രീയ നേതാക്കന്മാരുള്ള, പൊതുപ്രവർത്തകരുള്ള, പണ്ഡിതന്മാരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അനുഭവജ്ഞാനമാണ് അദ്ദേഹത്തെ ആ പുസ്തകത്തിൽ കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഒറ്റ നോട്ടം നോക്കിയ അവസരത്തിൽ പറയാൻ സാധിച്ചു. നമ്മുടെ രാമായണത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ഒരു കാട്ടാളനാണല്ലോ എഴുതുന്നത്, എല്ലാം കവിതയാണ്. ലോകം ഏറ്റവും കൂടുതൽ പാണ്ഡിത്യം ഉള്ളവർ മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങളും ഉൾക്കൊള്ളുന്ന രാമായണം. ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളിലും രാമായണമുണ്ട്. ഇപ്പോൾ കോഴിക്കോട്ടെ ഫറൂഖ് കോളേജിലെ ഒരു അധ്യാപകൻ മുസ്ലിം രാമായണം എന്ന് പറഞ്ഞ പുസ്തകവും അവിടുത്തെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളാരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ പുസ്തകത്തിൻ്റെ അത് എഴുതിയ ആൾ, കവിത എഴുതിയ ആൾ, എന്തെങ്കിലും അക്കാദമിക് യോഗ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നോ? കാട്ടിപ്പോകുമ്പോൾ പിടിച്ചു പറിക്കുന്നു, അങ്ങനെയുള്ളൊരു കാട്ടാളൻ എന്നുള്ളതിനപ്പുറം ഒരു യോഗ്യതയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അക്കാദമിക് യോഗ്യതയേക്കാൾ ഏറ്റവും വലുത് അനുഭവജ്ഞാനമാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവജ്ഞാനങ്ങളാണ് ആ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് ഞാൻ കരുതുന്നു. ഞാനത് വായിക്കും. ആ പുസ്തകത്തിൻ്റെ ഔപചാരികമായ അതിൻ്റെ റിലീസും നടത്തിയതായി നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ ആരും സംശയിക്കേണ്ട, എഴുത്തും വായനയും ഇന്ത്യയിൽ വർദ്ധിക്കുകയാണ്, കേരളത്തിൽ വർദ്ധിക്കുകയാണ്. രവിയോട് നിങ്ങൾ ചോദിക്കുക, പണ്ട് വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ കോപ്പി വിൽക്കുന്നു. മാതൃഭൂമിയിൽ നൗഷാദിനോട് ചോദിക്കുക, ടൂറിംഗ് പുസ്തകങ്ങൾ ഇവരോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ആളുകൾ വായിക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവാം. പുസ്തകമായിട്ട് വായിക്കുന്നോ അല്ലെങ്കിൽ കാറിൽ പോകുമ്പം ഇതിൽ കൂടെ നോക്കി വായിക്കുന്നോ, എന്തായാലും അത് വളരുകയാണ്. നമ്മുടെ സാഹിത്യരംഗം വളരുകയാണ്, എഴുത്തും വായനയുമുള്ള ആളുകളുടെ എണ്ണം കൂടുകയാണ്. ഇനിയും ഇവിടെയുള്ള അമ്മമാരുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ മെനക്കെട്ടി അക്കാഡമിക്കകത്ത് കുട്ടികളെ പഠിപ്പിക്കുമ്പം ഇപ്പം കേരളത്തിൻ്റെ പ്രപ്പോസലുണ്ട്. ആ പ്രപ്പോസൽ കേരളത്തിൽ മാത്രമല്ല 3 സംസ്ഥാനങ്ങൾ ആ പ്രപ്പോസൽ വന്നിരിക്കുന്നു. വർത്തമാന ന്യൂസ് പേപ്പർ, വർത്തമാന പത്രം, അതിൽ നിന്ന് 5% ജനറലായിട്ടുള്ള പരീക്ഷയ്ക്ക് പോകുന്ന നമ്മുടെ കുട്ടികൾ, മിടുക്കന്മാരും മിടുക്കികളും, അവരുടെ 5% ചോദ്യം വരാൻ പോകുന്നത് അവർ 1 മാസം മുമ്പോ 2 മാസം മുമ്പോ വായിച്ച പത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങളാണെന്ന് വരുമ്പോൾ ഇനി എല്ലാവരും ഭഗീരഥ യത്നം നടത്തി മക്കളെ പത്രം വായിപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ദീപിക ആദ്യത്തെ പത്രമൊന്നും ഇനി വേവലാതിപ്പെടേണ്ടതില്ല, ഈ മാറ്റത്തെ ഉൾക്കൊണ്ടാൽ മതിയാകും എന്നും കൂടി വിനീതമായി നിങ്ങളെ അറിയിച്ചുകൊണ്ട് എനിക്ക് ഇതിന് അവസരം തന്ന സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടർ ജോജോ നമ്മുടെ മുമ്പിൽ, നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ഒരു മികച്ച മാതൃകയായി അവതരിപ്പിച്ചുകൊണ്ട് അത്തരം ആളുകൾ ഉണ്ടാകട്ടെ, അവരിലൂടെ നമ്മുടെ സാമൂഹ്യ ജീവിതം കൂടുതൽ സുരക്ഷിതമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആശംസയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.